ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് രാജപ്പൻ പറയുന്നുണ്ട്, എടാ പ്രകാശ, നിന്റെ പെൺമക്കളൊക്കെ വേറെ നിലയിലാടാ. കാർത്തികൻ കല്യാണേക്ക ഇപ്പോൾ പുതിയ കമ്പനികളുടെ MD ആണ്. നീ ഒന്ന് ആലോചിച്ചേക്ക, അവരൊക്കെ ഏത് അവസ്ഥയിലാണെന്ന്. അവിടെ ഒരു രോമത്തിൽ തൊടാനുള്ള അർഹത പോലും നിനക്കില്ലടാ. എടാ ഇനിയെങ്കിലും നീ ഒന്ന് അംഗീകരിക്കടാ കല്യാണിനെ. നിന്റെ മോളായിട്ട് ജനിച്ചടാ ആ പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. രാജപ്പണ്ണ നിങ്ങൾ വേഗം പോ, അല്ലെങ്കിൽ നെഞ്ചി പിന്നെ വേദന പിന്നെയും കൂടും എന്നൊക്കെ പ്രകാശം പറയാണ്. നിന്റെ നെഞ്ചുവരെ കൂടാതിരിക്കാൻ ഞാൻ ശ്രമിക്കണമല്ലോ, പൈസ തന്നെ വരെ നിന്റെ കൂടെ നിൽക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് നിന്റെ നെഞ്ചും കൂടി ഞാൻ ഇടുക്കിച്ച് തകർക്കുന്നുണ്ടടാ എന്നൊക്കെ പണ്ട് രാജപ്പനോട് പോകാട്ടോ. പ്രകാശനും ആകെ വിഷമിച്ച് അവിടെ കിടക്കുവാണ്. എല്ലാവരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ശേഷം വിക്രം വരുന്നുണ്ട്. വിക്രത്തോട് ചോദിക്കണേ, എന്താണ് മോനെ പിന്നെ പോയിട്ട് എന്തെങ്കിലും ആയോ, അവരെന്തിനും സമ്മതിച്ചു, നീ അവരെ കാണാൻ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അച്ഛൻ കാണുന്നത്, അവരെന്തിനും കേസ് കൊടുത്താൽ ഞാൻ ജയിലിൽ കിടക്കും, എന്താ ഞാൻ ജയിലിൽ കിടക്കുന്നത്, അച്ഛനെ കാണണോ? ഇതിനെല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ ആ കാർത്തിക എന്ന് പറഞ്ഞ പേരും കളിനെ വിശ്വസിക്കരുത്. അവരവരുടെ നമ്മുടെ ഫോട്ടോ കാണിക്കാതിനപ്പം തന്നെ അച്ഛനടുത്ത് പറഞ്ഞതല്ലേ അച്ഛൻ ഇതിൽ എന്തോ ചതി ഉണ്ട്. പക്ഷെ അച്ഛൻ ഒന്നും വിശ്വസിച്ചില്ല. അച്ഛൻ എന്നെക്കാളും വിശ്വാസമായിരുന്നല്ലോ അവളെ. ഇപ്പൊ എന്തായി, സ്വന്തം മോള് തന്നെയാണല്ലോ ചതിച്ചല്ലോ എന്ന് പറഞ്ഞേ. എടാ നീയും കൂടി ഇങ്ങനെ പറയലേടാന്ന് പറയണം. പിന്നെ പറയാതെ എന്ത് ചെയ്യണം? 17 ലക്ഷം രാജപ്പനെ എങ്ങനെ കൊടുക്കും? അത് പോരാണ്ട് നമുക്കിനി ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമ്മൂമ്മനെ പിന്നെ വല്ല വൃദ്ധസദനത്തിലാക്കാം, 10-60 വയസ്സ് കഴിഞ്ഞല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ള പൈസ വേണ്ടേ, അതുപോലും ഇല്ല എന്ന് പറയാണ്. എടാ അത് നീ എന്തെങ്കിലുമൊക്കെ നോക്കടാന്ന് പറയണേ. എന്ത് നോക്കാണ് പറയണത്? ഇനി ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചോ വാങ്ങിച്ചിട്ടോ ഉണ്ടാക്കാനും പറ്റില്ല, അല്ലാണ്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ, അച്ഛനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, അത് തന്നെ. വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്ക അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. വിക്രത്തിന്റെ വാക്കുകൾ പ്രകാശനാകെ വിഷമമാവുന്നുണ്ട്. വിക്രം അവിടെ നിന്ന് ആകെ തകർന്നൊട്ടിഞ്ഞ് അങ്ങോട്ട് പോകുകട്ടോ. ഇതിനെല്ലാത്തിനും കാണും ആ കിരണും കല്യാണും പിന്നെ എന്നെ പ്രസവിപ്പിച്ച ആ അമ്മയാണ്. അവര് 3 പേരും ഇല്ലാതാക്കിയിട്ട് ഈ വിക്രം ജയിലിൽ പോകണമെങ്കിൽ ഇനി ജയിലിൽ പോകുള്ളൂ എന്നൊക്കെ തീരുമാനിക്കണം. അതേസമയം നമ്മുടെ സരയു ആണെങ്കിൽ സത്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. തന്റെ യഥാർത്ഥ അമ്മ തന്നെയാണ് താര എന്നുള്ള സത്യം. സത്യം പറഞ്ഞാൽ താരേനെ സ്നേഹിക്കുന്നത് തന്നെ സരയു പതുക്കെ വിളിച്ചു വരുത്തി അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിലെ നേഴ്സ് ഉണ്ടല്ലോ, പഴയ നേഴ്സായിട്ടുള്ള ആ പുള്ളിക്കാരത്തിയുടെ മകള് പറയുന്നുണ്ട്. ഇങ്ങനെ സത്യങ്ങളൊക്കെ പറയുമ്പോൾ സരയു സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ താര തന്നെയാണ് തന്റെ അമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന സരയു വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂടി സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. സരയു ഇല്ല എന്ന് വെച്ചിട്ട് അവർ സംസാരിക്കുക കേട്ടോ. എന്തായാലും എൻ്റെ മോളല്ലെന്ന് അറിഞ്ഞല്ലോ, ഇനി എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുക എന്നൊക്കെ പണ്ട് ഷാരി സംസാരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ഞാനുള്ളപ്പോഴേ താരയുടെ പുറകെ നടന്ന് താരയ്ക്ക് ഗർഭിണിയാക്കി അവൾക്കൊരു കുഞ്ഞുമായി. അവസാനം അവളുടെ കുഞ്ഞ് തന്നെ എൻ്റെ കുഞ്ഞ് മരിച്ച കുഞ്ഞെടുത്ത് കൊണ്ടേ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഷാരി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞത് സരയു കേൾക്കുവാട്ടും. ഇനി താൻ എന്തിനാ അന്വേഷണത്തിന് പോണത്? സത്യങ്ങളൊക്കെ അറിയേണ്ടവരുടെ വായി തന്നെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സരയു അവിടെ നിന്നൊക്കെ തകർന്നു പോകാണ്. ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. എനിക്കെന്തായാലും ആ താരനെ അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവരെ ഇല്ലാതാക്കുക, സ്നേഹം കാണിച്ച് ഇല്ലാതാക്കുക. അതിനുവേണ്ടി സരയു എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഷാരി വീട്ടിലില്ലാത്ത ദിവസം താരനെ വിളിച്ചു വരുത്തുവാണ്. എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. താരയാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ സരയുവിനെയും കൊച്ചുമോളെയും കാണാനാണെന്ന് വെച്ചിട്ട് വല്ലാത്ത സന്തോഷത്തിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സരയുവിനെ കാണാൻ വേണ്ടി വരും കേട്ടോ. അപ്പൊ അത് വീട്ടിൽ വന്ന് താര ചോദിക്കണ്ട അമ്മയൊക്കെ എവിടെ പോയി ചോദിക്കുമ്പോൾ അവര് പുറത്തു വരെ പോയി, അമ്പലത്തിൽ വരെ പോയി എന്ന് പറയാണ്. താര എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ സരയുവിനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണൊക്കെ ഉണ്ട്. അത് മാത്രമല്ല കുഞ്ഞിനും എടുക്കുന്നുണ്ട്. താരക്കാണെങ്കിൽ വല്ലാതെ സന്തോഷം തോന്നും കേട്ടോ. താര വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ താര കിരണോടും കല്യാണത്തിൽ സത്യം പറയാൻ മറന്നു പോകും. കാരണം ആ ഒരു സന്തോഷത്തില് കിരണും കല്യാണിയും പറഞ്ഞിട്ടുണ്ട്, അവിടെ എപ്പ സരയുവിനെ കാണാൻ വന്നാലും അവരോട് പറഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനെന്ന്. പക്ഷെ സരയു ഇത്ര സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് സത്യം പറഞ്ഞാൽ താരം മറന്നുപോയി ആ കാര്യം അവരോട് പറയാനായിട്ട്. അങ്ങനെ താരടുത്ത് പറയുന്നുണ്ട്, സരയു എനിക്കൊരു ഗ്ലാസ് ചായ വേണം, നിങ്ങളുടെ കൈ കൊണ്ടൊരു ചായ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ താര ചായ ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോയി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരയു ആണെങ്കിൽ വലിയൊരു ഒലക്ക കൊണ്ടുവരാട്ടോ, ഇരുമ്പിന്റെ ഒലക്ക. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അടുക്കളയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് താര ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സരയു ആ ഒലക്ക വെച്ചിട്ട് താരയുടെ തലയിലിട്ടോ ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. താര അപ്പം തന്നെ തല കറങ്ങി നിലത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ സരയു സ്വന്തം അമ്മേനെ ദ്രോഹിക്കുകയാണ്. അതേസമയം വിക്രം അങ്ങനെ തന്നെ തെറ്റാണ് ചെയ്യുന്നത്. വിക്രം ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം കിരണും കല്യാണിയും തന്നെയാണ്. പക്ഷെ ആ കല്യാണി എന്ന് പറഞ്ഞവളെ ജനിപ്പിച്ചത് തൻ്റെ അമ്മയായി തന്നെ ദീപയല്ലേ. അവരാണ് തൻ്റെ നാശത്തിനും കാരണം, എൻ്റെ അച്ഛൻ്റെ നാശത്തിനും കാരണം, എല്ലാത്തിനും കാരണം അവരാണ്. അപ്പൊ അവരാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പതുങ്ങി 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 നമ്മുടെ ദീപയുടെ അടുത്തേക്ക് പോകാട്ടോ. ദീപ ആ സമയത്ത് ഓരോരോ പണിയിലായിരിക്കും. ദീപയുടെ അടുത്തേക്ക് പോയിട്ട് നീ എന്താ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറയണ്ട്. നീ പോവാൻ നോക്ക്, ഇവിടെ ആരും ഇല്ലെന്ന് പറയുമ്പോഴേക്കും അതിന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്, നിങ്ങളുടെ മോനല്ലേ ഞാൻ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ആ സമയത്ത് ദീപക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. വിക്രം വന്നത്
വിക്രം വന്നത് എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് ദീപക്ക് മനസ്സിലാവാണ്. ദീപ അവിടെ നിന്ന് നീ പുറത്തു പോകുന്നൊക്കെ പറയണ്ടെങ്കിൽ വിക്രം പോകുന്നേ ഇല്ല. വിക്രം എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഒലക്ക വെച്ചിട്ട് നമ്മുടെ ദീപയുടെ തലക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കേണ്ട ദീപയും അവിടേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഒരേ സമയം രണ്ടുപേര് രണ്ടമ്മമാരെ തലക്കടിച്ച് വീഴുന്ന ഭാഗം പ്രൊമോയിൽ കാണിച്ചിരുന്നു. അതെന്തായാലും നടക്കും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ താര കിടക്കുന്നുണ്ട്, ദീപയും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടേലും ആർക്കും ഒരാൾക്ക് വലിയൊരു അപകടം പറ്റുന്നുണ്ട്. ഇവർക്ക് ആർക്കും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ദീപയുടെ ആവാൻ ചാൻസ് കുറവാണ്, താരയുടെ ആയിരിക്കും നഷ്ടപ്പെടുന്നത് ജീവൻ. അങ്ങനെ ഈ വിക്രവും അതുപോലെ തന്നെ സരയും കൂടി രണ്ടുപേരും കൈകോർക്കുവാണ്. അങ്ങനെ സരയു പറയുന്നുണ്ട് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. നമുക്ക് നമ്മുടെ രണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള ശത്രു ആരാന്നറിയാവോ വിക്രം എന്ന് സരയു ചോദിക്കുമ്പോൾ എനിക്കറിയാം, ആ കിരണും കല്യാണിയല്ലേ. അതെ, അവര് കല്യാണം കഴിച്ച പിന്നെയാണ് നമ്മുടെ തകർച്ച തുടങ്ങിയത്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് സരയു പറയുമ്പോൾ വിക്രം പറയണ്ട അതെ സരയു പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഓരോരോ തകർച്ച തുടങ്ങിയത് എന്ന് പറയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് ഇല്ലാതാക്കണം, അതിനുവേണ്ടി നമ്മൾ വേണം കൂട്ടുകെട്ടായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് അത് ശരിയാ, എൻ്റെ അച്ഛനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ സരയു പറഞ്ഞത് അതെ എൻ്റെ അച്ഛനുണ്ട് പൊക്കോ മണ്ണുണ്ടെന്ന് മാത്രമല്ല അയാളെ കൊണ്ട് ഒരു 10 പൈസ കൊള്ളില്ല. അപ്പൊ നമ്മൾ ചെറുപ്പക്കാർ വേണം ഇതിനു വേണ്ടി കുനിഞ്ഞിറങ്ങാനായിട്ട്, എന്തായാലും കിരണിനെയും കഴിഞ്ഞ് ഇല്ലാതാക്കിയേ പറ്റൂ, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അതെ എന്തായാലും സരയുവിൻ്റെ കൂടെ ഞാനുണ്ടാവും എന്ന് വിക്രം ഉറപ്പ് കൊടുക്കാണ്. സരയു പറഞ്ഞു ഞാനെന്തായാലും ചതിക്കില്ല, നിന്റെ കൂടെ ഞാനും ഉണ്ടാവും പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കോർക്കുകയാണ്. എങ്ങനെയെങ്കിലും കിരണിനെയും കല്യാണിനെയും ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ചു നിൽക്കണം കേട്ടോ. അങ്ങനെ അതിനുവേണ്ടി പല പല പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇല്ലാതാക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ദീപെടുത്ത് പറയുന്നുണ്ട് നോക്കിക്കോ നിങ്ങളെ കൊണ്ട് ഇവിടെ ചിതക്കി ഞാൻ തീ കുളിപ്പിക്കും എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ദീപക്ക് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും കിരണിനും കല്യാണിക്കും ചിരിയാണ് കേട്ടോ വരുന്നത്. ആണോ എങ്കിൽ നീ അത് ചെയ്ത് കാണിക്കണം, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് തന്നെയാണ് കിരണും കല്യാണിയും പറയേണ്ടത്. ദീപ പറയുന്നുണ്ട് അവനെ സൂക്ഷിക്കണം, എല്ലാം നഷ്ടപ്പെട്ടതാണ് അവൻ, അപ്പൊ അവനെ എന്ത് ചെയ്യാൻ മടിക്കില്ല മക്കളെ, അതുകൊണ്ട് അവനെ ശരിക്കും സൂക്ഷിക്കണം. അമ്മ എന്തിനാണ് പേടിക്കണത്, നമ്മുടെ കൂടെ പോലീസ് ഉണ്ട്, അച്ഛൻ്റെ ഗുണ്ടകളുണ്ട്, പിന്നെ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അവന്റെ കൂടെ ആരുണ്ട്, അപ്പുറത്തെ സരയുക വേറെ ആരുണ്ടെന്ന് പറയുമ്പോൾ അവരെയാണ് സൂക്ഷിക്കേണ്ടത്. രണ്ടുപേരും ഒന്നിനും മടിക്കാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സരയുവിനെ സൂക്ഷിക്കണം, അതിനേക്കാളും ഡേഞ്ചറാണ് ഈ വിക്രം, രണ്ടുപേരും കൂടി ചേർന്ന് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കും, ആരുടെങ്കിലും ജീവൻ എടുത്തിട്ട് അവരൊടുങ്ങൂടൂ എന്ന് പറയുമ്പോൾ അമ്മ പേടിക്കാതെ എന്നൊക്കെ കിരണും കല്യാണി പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ചെറിയൊരു ഇത് ഉള്ളിലുണ്ട് കേട്ടോ. കാരണം ഇവര് പുറകേന്നായിരിക്കും കുത്തുന്നത്, അപ്പൊ അത് എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവരെന്തിനും ചെയ്യുമെന്നൊരു സംശയം കിരണിനും കല്യാണിക്കുണ്ട്. പക്ഷെ ഇവർ ഓഫീസിലൊക്കെ പോകുമ്പോഴാണ് ഈ വിക്രവും അതുപോലെ സരയും ചെന്നിട്ട് ഈ താരേനെയും ദീപേനെയും കൂടി ഉപദ്രവിക്കുന്നത്. ഈ രണ്ട് അമ്മമാരിൽ ഏതൊരു അമ്മമാർക്ക് വലിയൊരു അപകടം തന്നെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ആരും കൂടി അവിടെ പോകാനും ചാൻസ് ഉണ്ട്, അതായത് മരണപ്പെടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ താര തന്നെ ആവാനാണ് ചാൻസ്, താരയാണെങ്കിലല്ലേ സരിയൊക്കെ ജയിലിലൊക്കെ കിടക്കാൻ പറ്റും, വിക്രം എന്തായാലും ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.